പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 34-ാം തിരുവചനം ഇങ്ങനെയാണ് സംസാരിക്കുന്നത്: എൻ്റെ പടിവാതിൽക്കൽ അനുദിനം കാത്തുനിന്ന് എൻ്റെ വാതിലുകളിൽ ദൃഷ്ടിയുറപ്പിച്ച് എൻ്റെ വാക്ക് കേൾക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ എന്നെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു. കർത്താവ് നമ്മുടെ മുമ്പിൽ മലർക്കെ തുറന്നിടുന്ന ഒരു പടിവാതിൽ ജ്ഞാനത്തിൻ്റെ പടിവാതിലാണ്. ജ്ഞാനം എന്നത് കർത്താവിനെ അറിയുക എന്നതാണ്. ഇന്ന് കർത്താവിനെ അറിയുവാൻ അവിടുന്ന് തുറന്നിട്ടിരിക്കുന്ന പടിവാതിലാണ് വിശുദ്ധ ഗ്രന്ഥമാകുന്ന ബൈബിൾ. ഇന്ന് പല കുടുംബങ്ങളിലും ഈ പടിവാതിൽ ഒന്ന് തുറക്കാത്തതുകൊണ്ട് പൊടിപിടിച്ച് ഇരിക്കുന്ന അവസ്ഥയിലാണ് എന്നത് വാസ്തവം തന്നെ. ജ്ഞാനം വിളമ്പുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ് നമ്മൾ ജീവൻ കണ്ടെത്തുന്നത്. കർത്താവ് നമ്മെ ഇന്ന് ക്ഷണിക്കുന്നത് ഈ തിരുവചനത്തിൻ്റെ പടിവാതിൽക്കലേക്കാണ്. ആ തിരുവചനത്തിൻ്റെ വാതിലിൽ ആഗ്രഹത്തോടെ കാത്തു നിൽക്കുവാനും തിരുവചസ്സുകളിൽ കണ്ണുറപ്പിച്ചുകൊണ്ട് ഈശോയുടെ വാക്കുകൾക്ക് കാതോർക്കുവാൻ ഈശോ നമ്മെയും ക്ഷണിക്കുന്നുണ്ട്. ജീവൻ നൽകുന്ന, സൗഖ്യം നൽകുന്ന തിരുവചനം നമ്മളെയും വിശുദ്ധീകരിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.